ഒരു പ്രാവശ്യം കൂടെ യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തികളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്റ്റഡിയിലേക്ക് കടക്കുന്നതിന് ഇന്ന് 18ാമത്തെ നമ്മുടെ അധ്യായമാണ്, 20th സെഷൻ. ഇനി 10 അധ്യായം കൂടെ കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് ദൈവം അനുവദിച്ചാൽ തീർക്കാൻ സാധിക്കും. ഒരു അനദർ 2.5 months അത്രയും കഴിയുമ്പോഴത്തേക്ക് അപ്പോസ്തല പ്രവർത്തികൾ കഴിയും. ഞാൻ യു എസിലേക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ 2 മാസത്തേക്ക് ഞാൻ യു എസിൽ പല മീറ്റിങ്ങിൽ പ്രസംഗിക്കുകയാണ്. അപ്പം ദൈവം അനുവദിച്ചാൽ ഞാൻ യു എസിൽ പോകുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റിൻ്റെ മുമ്പ് ഒരു ചെറിയ പുസ്തകം കൂടെ തീർക്കണമെന്ന് എനിക്കുണ്ട്, ദൈവം സഹായിച്ചാൽ. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റഡി ഒന്ന് മുടങ്ങും. അല്ലെങ്കിൽ ഫില്ലിൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് നോക്കാം, ദൈവം നമ്മളെ സഹായിക്കുന്നത് പോലെ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളത് ശ്രമിക്കാം. ഇപ്പോൾ യു എസിലെ നമ്മുടെ സ്നേഹിതർ 5 വർഷമായിട്ട് എന്നെ വിളിക്കുകയാണ്. എനിക്ക് പോകാൻ സാധിച്ചില്ല, പക്ഷേ ദൈവം അനുവദിച്ചാൽ ഈ പ്രാവശ്യം എല്ലാവരെയും കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു കപ്പിളിനെ കുറിച്ചാണ്. അതാണ് മെയിൻ. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൽ കൂടെ നമുക്ക് കടന്നു പോകാം. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ എൻകറേജ് ചെയ്ത, പ്രോത്സാഹിപ്പിച്ച ഒരു കപ്പിൾ, അവരെക്കുറിച്ച് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. എന്നാൽ നമ്മുടെ സ്റ്റഡിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് പറയട്ടെ, കാരണം ചിലപ്പോൾ ഞാൻ മറന്നുപോകും. മാർച്ച് 31 നമുക്കൊരു വെരി സ്പെഷ്യൽ ഇവൻ്റ് ഉണ്ട്. അത് കൊച്ചിയിലെ JT പാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു മ്യൂസിക്കൽ, ഈസ്റ്റർ മ്യൂസിക്കൽ, ഐ വിറ്റ്നസ് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഒരു മ്യൂസിക്കലാണ്. ഒരിക്കലും നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കാത്ത ഒരു സാധനമാണ്. ഇറ്റ്സ് എ വെരി, എന്താ പറയണ്ടേ, ഒരു ഹൈ എൻഡ് മ്യൂസിക്കൽ തിയേറ്റർ പെർഫോമൻസ് ആണ്. 2 ഷോസ് ഉണ്ട്, 5 PM ആൻഡ് 7:30 PM. നിങ്ങൾ വരാമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരത്തെ വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം. നമ്മുടെ വിശ്വാസത്തിലില്ലാത്തവരെ കൊണ്ടുവരാൻ നല്ലൊരു സ്ഥലമാണ്. ജസ്റ്റ് ഒരു ഓപ്പണിംഗ് പോലെ, ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് പോലെ. ഇപ്പം നമ്മൾ റെഗുലർലി നമ്മുടെ ചേർച്ചിൽ കൊണ്ടുപോകാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വർക്ക് ഫ്രണ്ട്സിനെ അല്ലെ കൊളീഗ്സിനെ കൊണ്ടുവരാൻ, യൂത്തിനെയൊക്കെ കൊണ്ടുവരാൻ നല്ലൊരു, ഇറ്റ്സ് എ ഹൈ എനർജി മ്യൂസിക്കൽ, കോറിയോയും ഡാൻസും അതിനിടയ്ക്ക് വലിയ ടാബ്ലോയും LED പ്രൊജക്ഷൻ മാപ്പിങ്ങും. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പരിപാടി. ഇതുവരെ നടന്നിട്ടില്ല, നമ്മുടെ ഈ സ്റ്റേറ്റിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കൊച്ചിയിലെ ഉണർ ടീം എല്ലാം കൂടെ ചേർന്ന് ഇത് ചെയ്യുകയാണ്. ന്യൂസിലൻഡിൽ നിന്നാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും മുഴുവൻ വരുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഞാൻ ലിങ്ക്സ് ഇതിലോട്ട് അയച്ചു തരാം. അതിൻ്റെ ഡൂണപ്പാസിനുള്ള ലിങ്ക്സ് ഞാൻ ഗ്രൂപ്പിലോട്ട് നമ്മുടെ സെഷൻ കഴിയുമ്പോൾ ഞാൻ അയച്ചു തരാം. ഇത് മറക്കരുത്. ഐ വിറ്റ്നസ് എന്ന് പറയുന്ന ഇവൻ്റ് നമുക്ക് ഇവാഞ്ചലിസത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന നല്ലൊരു മാതൃകയാണ്. അതിൽ നിന്ന് നമ്മുടെ മറ്റ് കൂട്ടങ്ങളിലേക്ക് ആളുകൾ വന്ന് പിന്നെ അവരെ വളർത്തുവാൻ. ഇറ്റ്സ് എ ഹ്യൂജ് ടീം വർക്കിംഗ് ബിഹൈൻഡ് ഇറ്റ്. മാസീവ് ക്രൂ ആണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ പ്ലീസ് സ്പ്രെഡ് ദ ന്യൂസ്. കൊച്ചിയിൽ 31 മാർച്ച് 5 PM ആൻഡ് 7:30 PM. ഓക്കെ, ഇത് നമ്മുടെ ഔട്ട്റീച്ച് ഇവൻറ്റ്സിൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് ഭയങ്കര എഫേർട്ട് ഇടുന്ന, ഭയങ്കര ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്, ചില്ലറ കാര്യമല്ല. ഹ്യൂജ് സെറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജ് പിള്ളേരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ നമ്മളിത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പൂനെക്ക് പോയി. പൂനെ ചെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ രാത്രി ഉറങ്ങാതെ രാവിലെ ചെന്ന് 3 സെഷൻ എടുക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ 4 സെഷൻ എടുക്കേണ്ടി വന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി. അതുകൊണ്ടാണ് എൻ്റെ തൊണ്ട ഇങ്ങനെ ഇരിക്കുന്നത്. 4 സെഷൻ രാവിലെ തൊട്ട് രാത്രി വരെ ഒറ്റ നെപ്പി പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന എനിക്ക് എന്നെക്കുറിച്ച് തന്നെ കുറച്ച് സിമ്പതി ഉണ്ട്. പക്ഷെ 4 പ്രസംഗം ഒറ്റയടിക്ക് കേൾക്കുന്നവരെക്കുറിച്ച് എനിക്ക് കൂടുതൽ സിമ്പതി. കാരണം ഈ ഒറ്റയടിക്ക് ഇവരെല്ലാവരുടെ ഇരുന്ന് കേൾക്കാൻ, കൊച്ചു കൂട്ടമായിരുന്നെങ്കിൽ ഇറ്റ് വാസ് വെരി നൈസ്. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റി. എനിക്കതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ ഒരുപാട് സ്നേഹിതർ, പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും കാണാൻ പറ്റി. അവരുടെ എൻകറേജ്മെൻറ്റ് കിട്ടാൻ, ആ സ്നേഹം ലഭിക്കാൻ പറ്റി. വളരെ സന്തോഷം. പ്രായമുള്ള സൂസി ആൻറ്റി തൊട്ട് പിന്നെ നമ്മുടെ ബിജുവും സൂസനും ഒരുപാട് പേര് ഇത് മിസ് ചെയ്യാതെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആദ്യമായിട്ട് കാണാൻ പറ്റി. നല്ല സമയമായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്കിലാസും പ്രസില്ല എന്ന് പറയുന്ന ഒരു കപ്പിളിനെ കുറിച്ചാണ് നമ്മൾ വളരെ പെട്ടെന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശുശ്രൂഷയിൽ, ഇൻ മിനിസ്ട്രി, ഈ ദൈവദാസന്മാർ വളരെ പെട്ടെന്ന് ഡിസ്പെയർ ചെയ്യാൻ സാധ്യതയുണ്ട്.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അനേക പാസ്റ്റേഴ്സ്, അനേക മിഷണറിമാർ, അനേക യൂത്ത് വർക്കേഴ്സ് അവരുടെ വേലയിൽ അവർ പെട്ടെന്ന് മടുക്കാൻ, സാധാരണ ആളുകളും ജീവിതത്തിൽ ഡിസ്പെയർ ചെയ്യുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് ഡിസ്പെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ഒരു മോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ മോശയുടെ ജീവിതം കണ്ടിട്ടില്ലേ? മോശയുടെ ജീവിതം, യോശുവയുടെ ജീവിതം കണ്ടിട്ടില്ലേ? അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും വീണ്ടും വന്ന് യോശുവോട് പറഞ്ഞാൽ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ഏലിയ ഏലിയാവ് തീയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ ദൈവത്തിന്റെ പ്രവാചകൻ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ ജീവൻ അങ്ങ് എടുത്തേക്കണേ, മടുത്തു, വയ്യ. അപ്പോൾ ദൈവമക്കൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദൈവത്തിന്റെ വേലയിൽ ഏർപ്പെടുന്ന ദൈവദാസിദാസന്മാർ പലപ്പോഴും ഈ വിഷമകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ദേ ഗോ ത്രൂ ഇമോഷണൽ ഡിസ്പെയർ. ഈ 18-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇതുപോലെ ഇങ്ങനെ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ക്ഷീണിച്ചു, അദ്ദേഹം മനസ്സ് മടുത്തു. കാരണം ഇതിൻ്റെ മുമ്പിൽ ഫിലിപ്പിയിൽ നടന്ന വലിയ കലാപം, അത് കഴിഞ്ഞപ്പോൾ താൻ കടന്നുപോയ പീഡനം, അത് കഴിഞ്ഞ് യഹൂദ സഹോദരന്മാരിൽ നിന്ന് ലഭിച്ച പ്രയാസം, അത് കഴിഞ്ഞ് ദേഹോപദ്രവം കടന്നുപോയി. അതിനൊക്കെ അപ്പുറമായി തൻ്റെ ശരീരം ക്ഷീണിച്ചു. യാത്ര ചെയ്ത് എത്ര കിലോമീറ്ററാണ് ശരീരം ക്ഷണിക്ക്. യാത്ര ചെയ്യുന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. ജസ്റ്റ് യാത്ര, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം ക്ഷീണിക്കും. അപ്പോൾ ഇങ്ങനെ പലവിധമായ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ, സഭയുടെ ശില്പിയും പണിക്കാരനായ പൗലോസ് അപ്പോസ്തലൻ ക്ഷീണിച്ചു. അദ്ദേഹം തളർന്നു, അദ്ദേഹം മനസ്സ് മടുത്തു. അദ്ദേഹം മനസ്സ് മടുത്തപ്പോൾ ദൈവം അദ്ദേഹത്തെ എടുത്തു എൻകറേജ് ചെയ്യാൻ ഉപയോഗിച്ച 3-4 മുഖാന്തരങ്ങൾ നമുക്കിന്ന് ഒരുമിച്ച് ചിന്തിക്കാം. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇപ്പോൾ നമ്മൾ പൗലോസിന്റെ 2-ാമത്തെ മിഷണറി യാത്രയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 18-ാമത്തെ അധ്യായം കഴിയുമ്പോഴത്തേക്ക് 2-ാമത്തെ മിഷണറി യാത്ര അവസാനിക്കും. ഓക്കെ, 3-ാമത്തെ മിഷണറി യാത്ര തുടങ്ങാൻ പോവുകയാണ് അതിനുശേഷം. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, എവിടെയാണ് തുടങ്ങിയത്? യെരുശലേം, അന്തോക്യ, അവിടുന്ന് ലൂസ്ത്ര, പിന്നെ ലുസ്രിയെന്ന് പിന്നെ ഇങ്ങോട്ടാണ് പോകുന്നത് ത്രോവാസ്, പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? അവിടുന്ന് ഫിലിപ്പിയെന്ന് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി ബെറിയ, തെസ്സലോനിക്ക, ഏത്തൻസ് വരെ വന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിന്നു. ഈ ഏത്തൻസിൽ നിന്ന് ഇപ്പോൾ പൗലോസ് കൊരിന്തിലേക്ക് പോവുകയാണ്. ഇതെല്ലാം 2-ാമത്തെ മിഷണറി യാത്രയാണ്, 2-ാമത്തെ മിഷണറി യാത്രയുടെ ഭാഗങ്ങൾ. അപ്പോൾ പൗലോസ് കൊരിന്തിലാണ്. അപ്പോൾ കൊരിന്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അഥേന്യയിലെ ഏത്തൻസിനെക്കാട്ടിൽ ഇപ്പോൾ പ്രോമിനന്റ് സിറ്റി പൗലോസിന്റെ കാലത്ത് കൊരിന്താണ്. അതാണ് ലീഡിങ് പൊളിറ്റിക്കൽ പ്ലേസ്. എന്നാൽ അതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൊരിന്ത് എന്ന് പറഞ്ഞാൽ അധാർമികതയുടെ ക്യാപിറ്റലൂടെയാണ്. അതായത് ആഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ദേവിയുടെ ക്ഷേത്രം ആക്രോപോളിസിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന 1000-ഓളം ഈ ആലയമായി, അമ്പലവുമായിട്ട്, ആഫ്രോഡൈറ്റ് എന്ന് പറയുന്ന അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 1000-ഓളം വേശ്യ സ്ത്രീകൾ എല്ലാ ഈവനിങ്ങിലും ഈ പട്ടണത്തിലേക്ക് കയറി ചെന്ന് ആളുകളെ അധാർമികതയിലേക്ക് നയിക്കുമായിരുന്നു. അതുകൊണ്ട് അധപതനത്തിന്റെ അങ്ങേ അറ്റം എത്തിയ സ്ഥലമാണ് കൊരിന്ത്യ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം, ഇത് നമുക്ക് പിന്നോട്ടൊരിക്കൽ പഠിക്കാം. കൊരിന്ത്യ ലേഖനത്തിൽ എപ്പോഴും ക്രിസ്ത്യൻ ബിഹേവിയറിനെ കുറിച്ച് പൗലോസ് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം, അധർമ്മം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു കൊരിന്ത്യ. അതിൻ്റെ പല ഈ അധാർമികതയും കൂടെ സഭയ്ക്കകത്ത് നുഴഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? ഇത് നുഴഞ്ഞു കയറിയത് കൊണ്ട് പൗലോസ് സഭയെ പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്. അപ്പോൾ അന്നത്തെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറും മോറൽ അറ്റ്മോസ്ഫിയറും വളരെ മോശം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, അതായത് താൻ ഇത്രയും നാൾ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം, ശുശ്രൂഷയുടെ ക്ഷീണം, കള്ള സഹോദരന്മാരുടെ ബുദ്ധിമുട്ട്, പീഡനം, ഈ കപ്പൽ, ഇതിൻ്റെ എല്ലാം പ്രയാസത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവസാനം കൊരിന്ത്യയിൽ വന്ന് ആ സമൂഹത്തിൻ്റെ അധർമ്മം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് ക്ഷീണിച്ചു. ഈ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് അവിടെ നടക്കുന്ന അധാർമികത കാണുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ സ്പിരിച്വൽ സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയും. ചില ഫംഗ്ഷൻ ഒന്ന് പോകണം, അല്ലെ പട്ടണങ്ങളൊന്നും പോകണ്ട, നമ്മൾ ചിലപ്പോൾ ചില ഫംഗ്ഷന് പോയാൽ മതി. ആ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ കാണുമ്പോൾ ഒരു വിശ്വാസി, ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയം ഒന്ന്
ഉണ്ടല്ലോ അകത്ത് നിന്ന് ഇങ്ങനെ അങ്ങ് ഞെരുങ്ങും എന്ന് പറഞ്ഞതുപോലെ പൗലോസിന്റെ ജീവിതത്തിൽ ആ ഞെരുക്കം ഉണ്ടായി. അങ്ങനെ ക്ഷീണിച്ച ഈ ദാസനെ ദൈവം ഉത്തേജിപ്പിക്കാൻ ഉപയോഗിച്ച 4 കാരണങ്ങളിൽ ഒന്നാമതാണ് പൗലോസും അക്കിലാസും പ്രിസില്ലയും. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലേക്ക് കിടക്കാം. 18-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവർത്തികൾ, ആക്സ് 18:1-5. അനന്തരം അവൻ അഥേന വിട്ട് കുരിന്തിൽ ചെന്നു. യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്യല്യയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ള യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോട് പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബ്ബത്ത് തോറും അവൻ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പൗലോസ് തനിയെയാണ്. ശീലാസിനെയും തിമോത്തിയോസും ഇപ്പോഴും മക്കദോനിയയിലാണ്. മക്കദോനിയയിൽ അവരെ ആക്കി എന്തിനു വേണ്ടിയാണ്? അവിടുത്തെ വിശ്വാസികളെ ബലപ്പെടുത്തുക. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ബെറിയയിൽ ചെന്നപ്പോൾ നല്ല വിശ്വാസികളെ കണ്ടു. എന്നാൽ അവിടുന്ന് പൗലോസ് പോകേണ്ടതുണ്ട്. പക്ഷെങ്കിൽ താല്പര്യമുള്ള വിശ്വാസ സമൂഹത്തെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാൻ ശീലാസിനെയും തിമോത്തിയോസിനെയും അവിടെ തന്നെ ആക്കി വെച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ തനിയെയാണ്. പ്രയാസമേറിയ കാലഘട്ടം, അധർമ്മം നിറഞ്ഞ സ്ഥലം. പൗലോസിന്റെ മനസ്സുമെടുത്തപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാരെ ഇറക്കുന്നത് പോലെ അവിടെ അക്കിലാസിനെയും പ്രിസ്കില്ലയെയും കാണുന്നു. ഈ ദമ്പതിമാര് പൗലോസിന്റെ ഉള്ളിന് ഭയങ്കര തണുപ്പ് നൽകുകയാണ്. അവിടെ നല്ല സ്നേഹിതരെ കണ്ടുമുട്ടിയെന്ന് മാത്രമല്ല, ഈ ഒരു കപ്പിൾ എന്ന് പറയുന്നത് പൗലോസിന്റെ ജീവിതാന്ത്യം വരെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി, ബെസ്റ്റ് ഫ്രണ്ട്സ് ഓഫ് പോൾ എന്ന് പറഞ്ഞാൽ ഈ കപ്പിളാണ്. അതുകൊണ്ട് ഈ 2 പേരെന്ന് പറയുന്നത്, ഈ അക്കിലാസും നിങ്ങൾ അവസാനം വരെ നിൽക്കാമെങ്കിൽ അവസാനം ഒരു ഗോഡ്ലി കപ്പിളിന്റെ 4-5 പ്രത്യേകതകൾ നിങ്ങളോട് പറഞ്ഞു തരാം പെട്ടെന്ന്, സിമ്പിളായിട്ട്. ഈ അക്വിലാസും പ്രിസ്കില്ലയുടെയും ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം ക്രിസ്തുവിലുള്ള ദാമ്പത്യം എന്നുള്ളത് വളരെ രസകരമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്ലോഡിയസ് എന്ന് പറയുന്ന ആളിന്റെ കാലഘട്ടത്തിൽ യഹൂദന്മാര് ഇറ്റലിയ വിടണമായിരുന്നു, റോം വിടണമായിരുന്നു. എന്നാൽ കർത്താവിനെ റോമിൽ തന്നെ അറിഞ്ഞ ഈ ദമ്പതിമാര് അവര് നേരെ വന്നത് എങ്ങോട്ടാണ്? അവര് വന്നത് ഈ പറഞ്ഞ കൊരിന്ത്യയിലേക്കാണ്. പൗലോസ് ഇവരെ കണ്ടപ്പോൾ സന്തോഷിച്ചു. പിന്നെ അത് മാത്രമല്ല, പൗലോസിന്റെ അതേ പണിയാണ്, അതേ തൊഴിലാണ് ഈ അക്കിലാസും പ്രിസ്കില്ലയ്ക്കും. അതേ തൊഴിൽ, ഒരു വ്യത്യാസവും ഇല്ലാത്ത സെയിം ജോബ്. എന്താണ്? കൂടാരപ്പണി, ടെന്റ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തോലുകൊണ്ട് ഈ കൂടാരങ്ങളെ ഉണ്ടാക്കുന്ന പണി. അപ്പോൾ പൗലോസ്, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, തൻ്റെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചു. എന്തിനു വേണ്ടിയാണ്? താൻ മുഖാന്തരം യാതൊരു കാരണവശാലും സുവിശേഷത്തിനൊരു തടസ്സമുണ്ടാകരുത് എന്ന് വിചാരിച്ച് ആളുകളുടെ കയ്യിൽ നിന്നുള്ളത് അദ്ദേഹത്തിന് വാങ്ങിക്കാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സുവിശേഷത്തിന് വേറൊന്നും തടസ്സം നിൽക്കരുത്. എന്നാൽ ഇത് കഴിയുമ്പോൾ അദ്ദേഹം മക്കദോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാരിൽ നിന്ന് അദ്ദേഹം പണം വാങ്ങിക്കുന്നുണ്ട്, വാങ്ങിക്കാതിരിക്കുന്നില്ല. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പോളിസി പണം യാതൊരു കാരണവശാലും ആളുകളിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് സുവിശേഷത്തിന് തടസ്സമായി നിൽക്കരുത്. അതുപോലെ തന്നെയായിരുന്നു അക്കിലാസും പ്രിസ്കില്ലയും. അവർ 2 പേരും ഒരേ തൊഴിലായതുകൊണ്ട് അവർ ആ കാര്യത്തിലും ഒരുമിച്ച് കൂടി. അതിനോടുകൂടെ ഞാൻ ചേർന്ന് പറയട്ടെ, പ്രിയമുള്ളവരെ, കർത്താവ് തൊഴിലോടുകൂടെയും നമ്മളെ മുഴുസമയ സുവിശേഷ വേലയ്ക്കും വിളിക്കും. എന്നവായിരുന്നാലും നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ വേലയിൽ ഒരു റോളുണ്ട്, അത് മറക്കരുത്. ചിലപ്പോൾ ഞാനൊരു പ്രൊഫസറായിരിക്കും, ചിലപ്പോൾ ഞാനൊരു ഡ്രൈവറായിരിക്കും, ചിലപ്പോൾ ഞാനൊരു ഡെലിവറി പേഴ്സൺ ആയിരിക്കും, ചിലപ്പോൾ ഞാനൊരു ഡോക്ടറായിരിക്കും. ഇത് വിഷയമേ അല്ല. തൊഴിലോടുകൂടെ മുഴുസമയമാണേലും കർത്താവിൻ്റെ വേലയിൽ കർത്താവിന് എല്ലാവരെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് മനസ്സിലാക്കി അതിനകത്ത് പ്രയത്നിക്കാൻ നാം ഓരോരുത്തരും താല്പര്യം കാണിക്കണം എന്നുള്ളത് മറക്കരുത്. അപ്പോൾ അവിടെ പൗലോസ് അതുകൊണ്ട് തൊഴിൽ ചെയ്യുന്നത് കൊണ്ടും മിനിസ്ട്രി നിഗ്ലക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. താൻ രാവിലെ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളി എന്താണ് ചെയ്യുന്നത്? ഓരോ ശബ്ബത്ത് തോറും ആളുകളോട് പോയി സംവാദിക്കുകയാണ്. അപ്പോൾ ഒരു വശത്തു നിന്നുള്ള പ്രസംഗം മാത്രമല്ല, ക്വസ്റ്റ്യൻ ആൻസറുകൂടെ ഉണ്ട്. എന്തിനു വേണ്ടിയാ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടെ. നമ്മുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയുടെ മോഡൽ, ആദ്യം പഠിപ്പീര്
പിന്നെ Q&A. ഇതാണ് പൗലോസിന്റെ മോഡൽ. അപ്പോൾ ആരോടെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും കാഴ്ച വെച്ച് തിരിച്ചു വിടുക എന്നുള്ളതല്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതുകൂടെ കേട്ട് കഴിവതും അതിന് ഉത്തരം പറഞ്ഞിട്ട് പൗലോസ് പോത്തുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവർക്ക് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ദൈവദാസന്റെ ഉള്ളിനെ തണുപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ പറയട്ടെ, ഇസ് ഗുഡ് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുമ്പോൾ ദൈവമക്കളെ കാണുന്നത് പോലെ സന്തോഷവും തണുപ്പും നൽകുന്ന ഒരു കാര്യം. ഞാൻ ചുമ്മാ പറയല്ല. ഞാൻ പറഞ്ഞു, ഈ പൂനെയിൽ ഞാൻ ഉറക്കമില്ലാതെ ഇങ്ങനെ കടിച്ച് പിടിച്ച് 2ഉം 3ഉം പ്രസംഗം എല്ലാം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾക്ക് സഹോദരങ്ങളെ കാണുന്നു. അവിടെ ചെന്ന് നമ്മുടെ ജോർജ് ബ്രദർ അവിടെ എത്തി. അപ്പോൾ ജോർജ് ബ്രദർ മുഖം അവിടെ നിന്ന് കാണുന്നത് തന്നെ നമുക്ക് സന്തോഷമാണ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ദൈവമക്കൾ. അപ്പോൾ ഈ ദൈവമക്കളുടെ ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ആ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു സാന്നിധ്യമാണ്. അതൊരു വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും ഇത് പറയുന്നതിൻ്റെ കാരണം എന്നാ, സഹോദരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതിനകത്ത് വലിയ ജോയ് ഉണ്ട്. അപ്പോൾ ഒന്നാമത് ദൈവം പൗലോസിനെ എൻകറേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് താൻ തനിയെ ആയിരിക്കുമ്പോൾ ദാ വരുന്ന ഒരു നല്ല കുടുംബം. ഞാൻ അങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്ദി ഈ സമയത്ത് ഞാൻ പറയുന്നു. 2, ഈ പുതിയ വിശ്വാസികളെ കാണുന്ന സന്തോഷം. പുതിയ വിശ്വാസികൾ. അപ്പോൾ തൻ്റെ വേലയിൽ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 18-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ശീലാസും തിമത്യോസും മക്കദോന്യയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് യൂസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടുകൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പോൾ പൗലോസിനെ അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച മനസ്സിനെ ദൈവം എൻകറേജ് ചെയ്യുന്നത് 2-ാമത്തെ വിധം എങ്ങനെയാണെന്നറിയാമോ? എന്ത് സംഭവിച്ചു? താൻ തൻ്റെ തൊഴിലോടുകൂടെ ഇങ്ങനെ ജോലി ചെയ്യുക. പക്ഷേ പൗലോസിന് കുറച്ചുകൂടെ പ്രസംഗിക്കണമെന്നുണ്ട്. പക്ഷേ കാരണം ജീവിക്കണ്ടേ. അപ്പോൾ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് അധിക സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ശീലാസും തിമത്യോസും എത്തുമ്പോൾ മക്കദോന്യക്കാർ കുറച്ച് പണം ശൗലിന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പറയാ, പൗലോസെ, നീ ഒരു കാര്യം ചെയ്യ്, ഇനി കുറച്ച് നാൾ പണി ചെയ്യേണ്ട, നീ കുറച്ച് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് മോഡലല്ല. എന്ത് കർത്താവ് ആഗ്രഹിക്കുന്നു അത് ചെയ്യും. പണി ചെയ്യണമെങ്കിൽ പണി ചെയ്യും, കാശില്ലെങ്കിൽ തൊഴിൽ ചെയ്യും, കാശ് വരുമ്പോഴത്തേക്ക് തൊഴിൽ നിർത്തും. അപ്പോൾ എല്ലാം ഒരു ഫിക്സ്ഡ് മോഡലല്ല. കർത്താവ് അയക്കുന്ന വിധത്തിൽ, സുവിശേഷത്തിന് തടസ്സമില്ലാത്ത വിധത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ സുവിശേഷത്തിലേക്ക് പൗലോസ് തൻ്റെ സമയം ചെലവഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആദ്യം താൻ എന്ത് ചെയ്യുന്നത്? തൻ്റെ സ്വന്തം ആളുകളോട്, ഞാൻ എപ്പോഴും പറയും, ആദ്യം പൗലോസിൻ്റെ മോഡൽ സിനഗോഗിൽ പോകും, പള്ളിയിൽ പോകും, അവിടെ പ്രസംഗിക്കും. ഇവരോ ഒന്നും കേട്ടില്ല. ബെറയയിലെ വിശ്വാസികളെ പോലല്ല, തെസലോനിക്കയിലെ വിശ്വാസികളെ പോലല്ല, കൊരിന്ത്യയിലെ വിശ്വാസികളിലെ യഹൂദന്മാർ ഒന്നും കേട്ട് വിശ്വസിച്ചില്ല. അപ്പോൾ താൻ എന്ത് ചെയ്തു? തൻ്റെ ഉടുപ്പ് കുടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ജാതികളുടെ ഇടയിൽ പോകുകയാണ്. അവിടെ തീത്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നു. ആരാണ് തീത്തോസ്? ഒരു യവനനാണ്. പക്ഷെങ്കിൽ അദ്ദേഹം ദൈവഭക്തനാണ്. ഹി അറ്റാച്ച്ഡ് ഹിംസെൽഫ് ടു ദി സിനഗോഗ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, യഹൂദന്മാരല്ലാത്ത യവനന്മാരായ അനേകര് അവർ സിനഗോഗിൽ വരും. കാരണം അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട്, വേറൊന്നും കൊണ്ടല്ല, അവർ ദൈവത്തെ ഭയപ്പെട്ടു. കൊർന്നേലിയസിനെ പോലെ അവർ ദൈവത്തെ ഭയപ്പെട്ടു. ഈ തീത്തോസ് യൂസ്തോസ് എന്ന് പറയുന്ന ആൾക്ക് 3 പേരുകളുണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഓർക്കും ഇത് തീത്തോസാണ്. ഇത് ആ തീത്തോസ് അല്ല, ഇത് ഗായോസ് ആണ്. ഗായോസ്, തീത്തോസ്, യൂസ്തോസ്. റോമാലേഖനം 16-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ 3 പേരുള്ള എന്ന് പറഞ്ഞാൽ ഒരു റോമൻ പൗരനായിരുന്നു എന്നതിന് എൻ്റെ അർത്ഥം. ഗായോസ്, തീത്തോസ്, യൂസ്തോസ് അദ്ദേഹം പൗലോസിന്റെ ഒരു വലങ്കയായി മാറുകയാണ് ലേറ്റർ ഓൺ. റോമാലേഖനം 16-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഗായോസ് കർത്താവിനെ അറിയുന്നു. പിന്നെ ഗായോസ് എന്ന് പറയുന്നത് ഒരു വലിയ വലങ്കയായി മാറുന്നു. അതുകൂടാതെ ആരാ? ഈ പള്ളിപ്രമാണി, അതായത് പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ ഫുൾ ഫാമിലിയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർന്നു. അപ്പോൾ ഒരുപാട് പേര് എതിര് നിന്നെങ്കിലും പള്ളിപ്രമാണി, മെയിൻ പാർട്ടി, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അപ്പോൾ
ഗായോസ് ഒരു വശത്തൂടെ, ക്രിസ്പോസ് മറ്റേ വശത്തൂടെ. പിന്നെ എന്നാ പറയുന്നത്, അനേകര് വചനം കേട്ട് വിശ്വസിച്ച് സ്നാനം ഏറ്റു. അപ്പോൾ രണ്ടാമത് പൗലോസിന്റെ ഹൃദയത്തെ തണുപ്പിച്ചത് എന്താണ്? അനേകര് കർത്താവിന്റെ ഭാഗത്തേക്ക് വരുന്നത്. അത് ഒരു വിശ്വാസി, ഒരു ദൈവദാസനെ സംബന്ധിച്ചോളം ഒരുപാട് ജോയ്. നമ്മുടെ ക്ഷീണം എല്ലാം മറക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഒരുവൻ ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ സകല ക്ഷീണവും നമ്മൾ മറക്കും. അപ്പൊ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ദ ജോയ് ഓഫ് മീറ്റിംഗ് ന്യൂ ബിലീവേഴ്സ്. 3, വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ 18-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഈ ഡിസ്പെയർ അടിച്ച ഈ മനുഷ്യൻ 1.5 വർഷം ദൈവവചനം ശുശ്രൂഷിച്ചു. അതിന്റെ 3-ാമത്തെ കാരണം എന്താണെന്നറിയാമോ? കർത്താവ് തന്നെ വന്ന് പൗലോസിനെ എൻകറേജ് ചെയ്തു. എന്താ പറയുന്നത്? 3-4 കാര്യങ്ങൾ പറയുന്നു. 1, നീ ഭയപ്പെടരുത്. 2, നീ ധൈര്യമായിട്ട് പ്രസംഗിക്കണം. 3, ഒരു മനുഷ്യൻ നിന്നെ ഉപദ്രവിക്കുക, എൻ്റെ അനുവാദം കൂടെ നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കത്തില്ല. 4, എനിക്കുള്ള വളരെ ജനം ഈ പട്ടണത്തിലുണ്ട്. ഓക്കെ, പ്രിയമുള്ളവർ, ഈ കർത്താവ് ചിലപ്പോൾ ഉണ്ടല്ലോ നേരിട്ട് വന്ന് നമ്മളെ എൻകറേജ് ചെയ്യും. അതിനൊരു ഉദാഹരണം പറയാം. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിക്കാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതായത് സാധാരണ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഈ എതിര് ഫേസ് ചെയ്യുന്നതല്ല, പക്ഷെങ്കിൽ ഈ യഥാർത്ഥമായ ദൈവവചനത്തെ എതിർക്കുന്ന ഒരു കൂട്ടം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുമെന്നുള്ളത് അകത്ത് നിന്നുള്ള നമ്മുടെ ഒരു ശിഷ്യ നമ്മളെ വിളിച്ചു പറഞ്ഞു. അവർ പണി തരാൻ കാത്തിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഒരു ഇന്നിന്ന ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പത്തിലാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ കച്ച കെട്ടിയിരിക്കുകയാണ്. അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂടെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ വരുമ്പോൾ എന്തൊക്കെ കുരുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് രാവിലെ നടക്കാൻ പോകുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നമുക്ക് ഒന്നാമത് ആവശ്യത്തിന് ക്ഷീണവും കാര്യമൊക്കെ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇങ്ങനത്തെ, കാരണം സാധാരണ അങ്ങനത്തെ എതിർപ്പ് ഞാൻ നേരിടാറില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം അറിഞ്ഞില്ലായിരുന്നേ കുഴപ്പമില്ല, ഇതിപ്പോൾ ഞാൻ അറിഞ്ഞും കഴിഞ്ഞു. ആളുകൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ ഇത് കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ഞാനന്ന് നടന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വെറുതെ അതിശോക്തി പറയല്ല, കർത്താവിനോട് പറഞ്ഞത് എനിക്ക് എൻ്റെ എവിടെ ചെവി കൊണ്ടാണോ കേട്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എവിടെയോ ഞാൻ കേട്ടു എൻ്റെ ഉള്ളിൽ. എന്നോട് പറഞ്ഞ എന്നാന്നറിയാം, ഐ വിൽ സ്റ്റാൻഡ് ബിഹൈൻഡ് യു, ഞാൻ നിന്റെ പുറകിൽ നിൽക്കും. ഞാൻ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ഞാൻ ആ ഒരു കയറ്റം ഇങ്ങനെ കയറുമായിരുന്നേ. ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ ആ കയറ്റം കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇതിനങ്ങോട്ട് കേൾക്കുകയും ഞാൻ ആ കയറ്റം ഓടിയും കയറി. പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞ കാര്യം, പിന്നെ എനിക്കൊരു വിഷയമില്ല. ഞാൻ ആ പ്രസംഗം കഴിഞ്ഞപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ കമാന്നൊരു വാക്ക് മിണ്ടിയില്ല. ആളുകൾ കുറച്ച് പേര് അവിടെ കരയുന്നു, കുറച്ച് പേര് അങ്ങോട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്, സ്തംഭിച്ച് അവിടെ ഇരിക്കുക. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിഷ്യൻ മെസ്സേജ് ആയിട്ട് പറയാം, അച്ഛാ, ഗോഡ് വർക്ക്ഡ്, ദൈവം പ്രവർത്തിച്ചു. അപ്പോൾ ദൈവം നമുക്കൊരു വാക്ക് തന്നാ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഭയപ്പെടരുത്. അതുവരെ ഭയപ്പെടുക, കാരണം നമ്മൾ മനുഷ്യനാണ്, നമുക്ക് ചിലപ്പോൾ ടെൻഷൻ വരും, കർത്താവ് എന്താ ചെയ്യേണ്ടി, അടുത്ത എങ്ങോട്ടാ പോകേണ്ടി. നമുക്ക് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ കടിച്ചു തൂങ്ങി ധൈര്യമായിട്ട് നമുക്ക് പോകാം. അപ്പോൾ പൗലോസിന് നല്ല സ്നേഹിതരെ അക്വിലാസ് പ്രിസ്കില്ലയെ കർത്താവ് കൊടുത്തു. അത് മാത്രമല്ല, പുതിയ വിശ്വാസികൾ അത് കണ്ട് സന്തോഷിക്കാൻ ദൈവം. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ പറഞ്ഞു, നീ പേടിക്കരുത്, നീ പ്രസംഗം നിർത്തരുത്, നീ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കണം, ഒരു മനുഷ്യൻ എൻ്റെ അനുവാദം കൂടാതെ നിന്നെ തുടങ്ങാൻ സാധിക്കത്തില്ല. പിന്നെ എന്താ പറയുന്നറിയോ, ഈ പട്ടണത്തിൽ ഞാൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തൊരു കൂട്ടമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നവരെ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ വചനം, ഒന്നേ നമ്മുടെ കൊളീഗ്സിനോടോ, നമ്മുടെ ധൈര്യം എന്താണ്? എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും ദൈവം മുൻനിയമിച്ച് വെച്ചൊരു കൂട്ടരുണ്ട്. നമ്മൾ സുവിശേഷം പറയാൻ വേണ്ടി കാത്തിരിക്കുക. 10 പേര് കേൾക്കുമ്പോൾ 9 പേര് റെസ്പോണ്ട് ചെയ്യത്തില്ല, പക്ഷെ ഒരാൾ കാണും ദൈവം മുൻനിയമിച്ച് വെച്ചത്. മനസ്സിലായോ? ഈ മുൻനിയമിച്ച് വെച്ചവൻ സുവിശേഷം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ തനിക്ക് വേണ്ടിയുള്ള കൂട്ടത്തെ ദൈവം മുൻനിയമിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏത് സ്ഥലത്ത് ചെന്ന് പ്രസംഗിക്കാം. ആ മുൻനിയമിക്കപ്പെട്ടവർ എന്ത് ചെയ്യും? അവർ ഈ സുവിശേഷത്തോട് പ്രതികരിക്കും.
അതാണ് വിശ്വാസി ഒരു 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 വചനം ശുശ്രൂഷിക്കുന്ന അല്ലെ സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ ധൈര്യം ഇതാണ്. എല്ലാവരും എതിരിങ്ങനെ നിന്നാലും ദൈവം തിരഞ്ഞെടുത്ത ചില പുള്ളികൾ ഇതിനകത്തിരിപ്പുണ്ട്. അപ്പോൾ അവർ ഈ വചനം അങ്ങോട്ട് കേൾക്കുമ്പോൾ ലാസർ പുറത്ത് വന്നതുപോലെ അവർ പുറത്തേക്ക് വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവരിങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ കുറേ പാർട്ടികളുണ്ട് താല്പര്യമില്ലാത്തവർ, കുറേ പേരുണ്ട് നമ്മളെ കളിയാക്കുന്നവർ, കുറേ പേരുണ്ട് നമ്മളെ ഇവൻ എന്തിനാ വേറെ പണിയൊന്നുമില്ല, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് പറഞ്ഞു. നമ്മൾ സുവിശേഷം അങ്ങോട്ട് പറയും, ലാസറെ പുറത്തു വാ എന്നുള്ള ശബ്ദമാണ് അവൻ കേൾക്കുന്നത്. ഏതാ? മുൻനിയമിച്ചവൻ. അവൻ ഒരു ഉദ്ദേശവും ഇല്ലാതെ അവിടെ വന്നിരുന്നത്, പക്ഷെങ്കിൽ ദൈവം അതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആത്മീയമായി മരിച്ചവൻ പുനരുത്ഥാനത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഏത് സ്ഥലത്തും പോയി നമുക്ക് ധൈര്യമായിട്ട് പ്രസംഗിക്കാം. കുറച്ച് പേര് ഇങ്ങനെ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലാതെ നമുക്ക് തോന്നും. മടുക്കരുത്. കാരണം എന്നാ, വേറെ എവിടെയോ ഒരുത്തൻ ഒരു മൂലയിൽ ഇരിപ്പുണ്ട്, അവൻ ഈ സുവിശേഷം കേൾക്കുമ്പോൾ അവൻ ചാടി എഴുന്നേക്കും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രസംഗിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺഫിഡൻസ്. കർത്താവ് പറയുന്നത് പേടിക്കരുത്, ധൈര്യമായിട്ട് പ്രസംഗിക്കണം, പ്രസംഗം നിർത്തരുത്. ഒരു മനുഷ്യന് എൻ്റെ അനുവാദം കൂടാതെ നിന്നെ തൊടാൻ സാധിക്കത്തില്ല. അവസാനം പറയാണ്, എൻ്റെ ആട്ടിൻകൂട്ടം ഇവിടെ ഉണ്ട്, നീ അങ്ങോട്ട് പറഞ്ഞാൽ മതി, അപ്പോൾ അവരവരുടെ ഹൃദയങ്ങളെ തുറക്കും. പിന്നെന്ത് ചെയ്തു? 1.5 വർഷം അവിടെ നിന്ന് പ്രസംഗിച്ചു. മനസ്സ് മടുത്ത് നിർത്തണമെന്ന് ആഗ്രഹിച്ച പാർട്ടി 1.5 വർഷം ശുശ്രൂഷ ചെയ്യാൻ ദൈവം കൃപ കൊടുത്തു. അപ്പോൾ തളർന്ന ദൈവദാസനെയും കർത്താവ് ഉപയോഗിക്കും. തളർന്ന ദൈവദാസനെ കർത്താവ് ശക്തീകരിക്കും. എപ്പോഴും ഒന്നും പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ പലപ്പോഴും, ഞാൻ പറയുന്നത് റെയർലി അല്ല, വെരി ഓഫൺ, പലപ്പോഴും ശുശ്രൂഷയിൽ നമ്മൾ മടുത്തു പോകുന്നവരാ. ഞാൻ വെറുതെ പറയല്ലേ, നമ്മൾ മടുത്തു പോകും. ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷെ ഈ മടുത്ത് പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കർത്താവ് നമുക്ക് തരണം. 4, ശത്രുക്കളെ ദൈവം മിണ്ടാതാക്കി. അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 17 വരെ, 12-17. ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയെ വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ടു. കണ്ടോ, ആളുകൾ പിന്നെ ഒരുമനപ്പെട്ടു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ പാവം മനുഷ്യൻ ഉള്ള കടിയും അടിയും പിടിച്ച് എല്ലാം കൊണ്ട് ഇങ്ങനെ നടക്കുക. ഒരു കൂട്ടർ എല്ലാ സ്ഥലത്തും ചെന്നാലും ഒരു കൂട്ടരുണ്ട് ഈ പുള്ളിക്ക് വിരോധമായി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടർ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലയോ, ഈ മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞു നടക്കും. ഇവരുടെ സ്ട്രാറ്റജി ഇതാണ്, ഈ മനുഷ്യനെ വെറുതെ വിടരുത്. അപ്പോൾ അവർ ഒരുമിറ്റപ്പെട്ട് എഴുന്നേറ്റ് അവനെ ന്യായാസനത്തിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസ് വായ തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരെ വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നുവെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. ഈ ജാതികളിൽ നിന്നുള്ളവൻ തന്നെ മനസ്സിലായി, എന്തുവാ ഇവന്മാർ ഈ പറയുന്നത്? വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ. ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അവരെ ന്യായാസനത്തിങ്കിൽ നിന്ന് പുറത്താക്കി. എല്ലാവരും പള്ളി പ്രമാണിയായ സോസ്തനസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു. ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കി ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഗല്ലിയോൻ എന്ന് പറയുന്ന ഒരു പ്രൊക്കൺസൽ, ഒരു ന്യായാധിപതി, അവരുടെ മുമ്പിലേക്ക് പൗലോസിനെ വലിച്ചഴിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, ഇവൻ ദാണ്ട് വേറൊരു സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്നു, വേറൊരു കാര്യം ഞങ്ങളോട് പ്രസംഗിക്കുന്നു, വേറൊരു ദൈവത്തെ ഭജിപ്പാനൊക്കെ പറയുന്നു. അപ്പോൾ ഗല്ലിയോൻ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇപ്പം വല്ലോ നമ്മുടെ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എൻ്റെ അടുക്ക് കൊണ്ടുവന്നാൽ ഞാനിത് കേൾക്കാം. എൻ്റെ സമയം വെറുതെ കളയരുത്. ഈ ചിലപ്പോൾ പള്ളിക്കാരെല്ലാം കൂടെ കോർട്ടിൽ പോകുന്നത് ഇങ്ങനെ, ഞങ്ങളുടെ ഇത് കൈയേറ്റം അത് പോയി ഇത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട്, എടാ, കർത്താവിനെ അറിയാത്തവരുടെ അടുക്കിലേക്ക് കേസുമായിട്ട് പോവുക. പലപ്പോഴും അവർ പറയുന്നത് എന്നാ, നിങ്ങൾ തമ്മിൽ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഗല്ലിയോൻ പറയാണ്, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അപ്പോൾ അതവിടെ നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ സോസ്തനസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി അവനെ എടുത്തിട്ട് അടിച്ചു. ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അങ്ങനെ കണ്ടൊരു ഒരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞതുപോലെ ഗല്ലിയോൻ എടുക്ക കൊണ്ടുവന്നു. അതൊന്നും വർക്ക് ചെയ്തില്ല. അപ്പോൾ താണ്ട് വരുന്നു, പള്ളിപ്രമാണിയെ പിടിച്ച് അവനെ അങ്ങ് അടിച്ചു. അവനൊരു വിശ്വാസിയായി കേട്ടോ. അവന് ബൈ ദ വേ ഈ സോസ്തനസ് ഒരു വിശ്വാസിയായി. അത് നമുക്ക് 1 കൊരിന്ത്യർ 1:11 കാണാം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാത്തതിന് ഇവിടെ വന്ന് അടിയുണ്ടായി. പക്ഷെ അവിടെ ദൈവം പൗലോസിനോട് പറയാൻ ആഗ്രഹിച്ച എന്നാണെന്നറിയാമോ? പൗലോസിന്, എൻ്റെ ശത്രുക്കളെ പോലും ഞാൻ മിണ്ടാതാക്കും.
നീ വാ തുറക്കാതെ, നീ ഒരു വാ തുറക്കുന്നതിന് മുമ്പ് ഗല്ലിയോൻ തന്നെ പറഞ്ഞില്ലേ, പൗലോസ് അങ്ങോട്ട് പറയാൻ തുടങ്ങുകയാണ്, തൻ്റെ ഡിഫൻസ് അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ ഗല്ലിയോൻ അവരോട് നോക്കിയിട്ട് പറഞ്ഞു, ഈ പരിപാടി ഉണ്ട്, എൻ്റെ അടുക്ക വരണ്ട, നിങ്ങളത് സോർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു. അപ്പം 4 വിധത്തിലാണ് ദൈവം പൗലോസിനെ ശക്തീകരിച്ചത്. 1, നല്ല സ്നേഹിതന്മാരെ കൊടുത്തു. 2, പുതിയ വിശ്വാസികൾ കർത്താവിലേക്ക് വരുന്നത് കാണാനുള്ള ഭാഗ്യം കൊടുത്തു. 3, കർത്താവ് തന്നെ അവനെ പ്രോത്സാഹിപ്പിച്ചു. 4, ശത്രുക്കളെ മിണ്ടാതാക്കി. അങ്ങനെ 4 വിധത്തിലാണ് പൗലോസിനെ ഈ ഒരു സമയത്ത് കൊരിന്ത്യയിൽ കർത്താവ് എൻകറേജ് ചെയ്ത്. പിന്നെ ഇനി ഇവിടെ ഒരു കുഴപ്പം ചെന്നൊരു വിഷയം വായിക്കാൻ പോവാം നമ്മൾ കേട്ടോ. നമ്മളത് വായിച്ചു കഴിയുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന വിഷയം, അതിനുള്ള ഉത്തരം ഞാൻ പറയാം. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ. അപ്പോൾ എന്തിനാ പൗലോസ് നേർച്ച നേർന്നത്? അനേകർ ചോദിക്കുന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേർച്ച നേർ എല്ലാം ഇപ്പം ഞാൻ സോൾവ് ചെയ്ത് തരാം, ഡോണ്ട് വറി. അപ്പോൾ ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചു. പ്രിസ്കിലയോടും അക്വിലോസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. എഫസോസിലെത്തി അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിട വാങ്ങി എഫസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസേരിൽ വന്നിറങ്ങി യെരുശലേമിലേക്ക് ചെന്നു. സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. അവിടെ കുറെ നാൾ താമസിച്ച് പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യ ദേശത്തും ഫുഗ്യയിലും സഞ്ചരിച്ച ശിഷ്യന്മാരെ ഉറക്കും. അപ്പോൾ അങ്ങനെ സെക്കൻഡ് മിഷണറി ജേണി തീരുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തന്നോട് കൂടെ പണി ചെയ്ത അക്കിലാസും പ്രസിലയും പൗലോസിന്റെ മിഷണറി യാത്രയിൽ പൗലോസിനോട് കൂടെ പോവുക. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ അക്കിലാസ് പ്രസിലയുടെ കമ്മിറ്റ്മെന്റ് എന്താണെന്ന്. അവർ പറഞ്ഞില്ല പൗലോസ് എന്തായാലും കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പുള്ളിക്ക് എന്ത് വേണമെങ്കിലും കാണിക്കുക, പുള്ളി എവിടെയെങ്കിലും പൊക്കോട്ടെ. അങ്ങനല്ല, അവരുടെ വേലയൊക്കെ കുറച്ച് നാളത്തേക്ക് നിർത്തിവെച്ച് പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യുക. എന്നിട്ട് പിന്നെന്ത് ചെയ്തു? അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് തൻ്റെ തല ക്ഷൗരം ചെയ്തു കെങ്ക്രയിൽ വെച്ച്. താൻ ഒരു നേർച്ച നേർന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എന്ത് നേർച്ചയാണ് ഈ ചെയ്തത്? എന്തിനു വേണ്ടിയാണ് പൗലോസ് ഇത് ചെയ്തത്? പൗലോസ് ഒരു പുതിയ നിയമ വിശ്വാസിയല്ലേ, കൃപയുടെ അപ്പോസ്തലനല്ലേ പൗലോസ്, പിന്നെ എന്തിനാണ് ഈ നേർച്ച, പഴയ നിയമ നേർച്ച? അപ്പോൾ 2-3 കാര്യങ്ങൾ പറയാം, ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 1, ഇത് എന്ത് നേർച്ചയാണ്? ഇത് നസീർ വ്രതത്തിൻ്റെ നേർച്ചയാണ്. എന്താണ് നസീർ വ്രതം? നിങ്ങൾക്കറിയാമല്ലോ നസീർ വ്രതം, ഞാൻ അത് വീണ്ടും പറയേണ്ട കാര്യമില്ല. തല ക്ഷൗര്യം ചെയ്യരുത്, വീഞ്ഞോ മദ്യമോ തുടരുത്. ഇതാണ് നസീർ വ്രതം. ഈ നസീർ വ്രതം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വ്രതമാണ്. അപ്പോൾ ഈ നേർച്ച നേർന്നത് പൗലോസ് പഴയ നിയമത്തിലെ കസ്റ്റം അനുസരിച്ചാണ് ഈ നേർച്ച നേർന്നത്. പൗലോസിനെ സംബന്ധിച്ചോളം നസീർ വ്രതം അല്ലെങ്കിൽ ഈ ഒരു നേർച്ച കുറച്ച് നാളത്തേക്കുള്ള നസീർ വ്രതമാണ്. അങ്ങനൊരു വ്രതമുണ്ട്. അത് സംഖ്യാപുസ്തകം, നിങ്ങൾ ഈ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്തോ. സംഖ്യാപുസ്തകം 6-ാമത്തെ അധ്യായത്തിന് 2 മുതൽ 5 വരെ സ്പെസിഫിക് പീരീഡിനുള്ള നസീർ വ്രതം എങ്ങനെ അനുഷ്ഠിക്കേണ്ടതെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 13 തൊട്ട് 21 വരെ എങ്ങനെയാണ് നിങ്ങൾ പിന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഞാനത് മുഴുവൻ ഇവിടെ കോപ്പി ചെയ്യുന്നില്ല, കാരണം അത് വായിക്കാൻ പോയാൽ നമ്മുടെ സമയം വെറുതെ പോകും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ നസീർ വ്രതമെന്നും. ഈ നസീർ വ്രതം കുറച്ച് കാലത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്നവരുണ്ട്. ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അടുത്ത 6 മാസം, അടുത്ത 1 വർഷം, അടുത്ത 3 മാസം എന്ന് പറഞ്ഞ് നസീർ വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. എന്നാൽ ശിംശോൻ, ശമൂവേൽ, യോഹന്നാൻ സ്നാപകൻ അവരുടെ ആയുഷ്കാലം നസീർ വ്രതക്കാരായിരുന്നു. മരിക്കുന്നത് വരെ അവർ നസീർ. ഇത് രണ്ടാണ്. വ്രതം ഒന്നാണെങ്കിലും ടൈം പീരീഡ് 2ആണ്. അപ്പോൾ പൗലോസ് എന്താണ് ചെയ്തത്? കുറച്ച് നാളത്തേക്കുള്ളൊരു നസീർ വ്രതത്തേക്കുള്ളൊരു തീരുമാനം തൻ്റെ ജീവിതത്തിൻ്റെ. അപ്പോൾ പഴയ നിയമത്തിൽ. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? സാധാരണ ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ള ഒരു വ്രതമായിട്ട് എടുക്കുന്നു. സാധാരണ ചെയ്യുന്നത് കർത്താവിനോടുള്ള ആ സ്നേഹം, കർത്താവിനോടുള്ള നന്ദി അറിയിക്കാൻ വേണ്ടി പഴയ കഷ്ടമാണ്, യഹൂദ കഷ്ടമാണിത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായ? പൗലോസും ആ പഴയ കഷ്ടം ഒന്ന് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. കൃപയാൽ മാത്രം, ക്രിസ്തുയേശുവിൽ മാത്രം, വിശ്വാസത്താൽ മാത്രം നാം നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്, രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പൗലോസിനെ സംബന്ധിച്ചോളം പഴയ ഒരു നല്ല പാരമ്പര്യം കിടപ്പുണ്ട്. ആ പാരമ്പര്യം അദ്ദേഹം ഒന്നുകൂടൊന്ന് ചെയ്തെന്ന് മാത്രം. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല, അദ്ദേഹം അത് ചെയ്തു.
അപ്പോൾ നിങ്ങളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. എന്ന് പറഞ്ഞതുപോലെ ചില പാരമ്പര്യങ്ങളിൽ നിന്ന് വരുന്നവർ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഒരു 2 ആഴ്ച ഞാൻ ഉപവാസമാണ്. എന്തുകൊണ്ടാണ്? വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും ഈ ഒരു സീസൺ, ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഉപവാസം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ആ പാരമ്പര്യം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യാതൊരു കുഴപ്പമില്ല, ചെയ്തു. എന്നാൽ അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാവുന്നോ, അത് കാരണം എനിക്ക് രക്ഷയിലേക്ക് ആക്സസ് കിട്ടുമെന്ന് മാത്രം നിങ്ങൾ വിശ്വസിച്ച് വേറെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കരുത്. മനസ്സിലായോ? രക്ഷാശാസ്ത്രം അനുസരിച്ച്. ബട്ട് ഇവിടാണ് പൗലോസ് ഒരു ട്രാൻസിഷനിലാണ്. എന്താണ് ട്രാൻസിഷൻ? തൻ്റെ പാരമ്പര്യത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. എന്നാൽ പൗലോസിന് നല്ലതുപോലെ അറിയാം ഇതിലൊന്നുമല്ല രക്ഷ ഇരിക്കുന്നതെന്നുള്ളത്. ദൈവത്തോട് നന്ദി അറിയിക്കാൻ താൻ എടുത്തൊരു തീരുമാനം, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് താൻ ഈ ഒരു വ്രതം എടുത്തത്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൗലോസ് എഫെസോസിലെത്തുമ്പോൾ അക്വിലാസും പ്രിസ്കില്ലയോടും പറയുന്നു, നിങ്ങൾ അവിടെ നിൽക്ക്, നിങ്ങളുടെ ബിസിനസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യ്, അവിടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ വരുമ്പോഴാണ് കുറച്ച് നാളത്തേക്ക് അവിടെ അക്വിലാസും പ്രിസ്കില്ലയും അവരുടെ ഭവനം തുറന്നു കൊടുത്തു. അവിടെയാണ് സഭ കൂടി വന്നത്, എഫെസോസിലെ സഭ കൂടി വന്നത്. അപ്പോൾ എഫെസോസിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? കൈസരിയിലേക്ക് പോകുന്നു. അവിടുന്ന് യെരുശലേമിലേക്ക് പോകുന്നു. പിന്നെ അന്ത്യോക്യയിലേക്ക് പോകുന്നു. പിന്നെ ഗലാത്യ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഗലാത്യ എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല, ആ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏരിയയിലേക്ക് പോകുന്നു. പിന്നെ ഫ്രുഗ്യയിലേക്ക് പോകുന്നു. അവിടെ കൊണ്ട് 2ാമത്തെ മിഷണറി ജേണി അവസാനിപ്പിക്കുന്നു. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പുതിയ കഥാപാത്രം വെളിപ്പെടുകയാണ്. അപ്പൊല്ലോസ് എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സ്റ്റഡി നിർത്താം. അലക്സാന്ദ്രക്കാരനായ വാക്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പൊല്ലോസ് എന്നു പേരുള്ള യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാരെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവർ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊണ്ടേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഓക്കെ, അവിടെ നമുക്ക് പുതിയൊരു ക്യാരക്ടറാണ് അപ്പൊല്ലോസ്. അലക്സാന്ദ്രക്കാരനാണ്, യഹൂദനാണ്. എന്നാൽ ദൈവവചനം വ്യക്തമായി എന്ന് പറഞ്ഞാൽ പൗലോസിന് തുല്യം പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. ഈ ദൈവവചനത്തിൻ്റെ അറിവിൽ തുല്യം വെക്കാൻ പറ്റിയൊരു വ്യക്തി പുതിയ നിയമത്തിൽ ഒരാളാണ് അപ്പൊല്ലോസ്. വേറൊരാളെ നമുക്ക് കാണാനൊക്കത്തില്ല. അപ്പൊല്ലോസ് പൗലോസിന് തുല്യം പറയാൻ പറ്റിയ ഒരാൾ. കാരണം എന്നാ? വാക്ക് വൈഭവമുണ്ട്. പ്രസംഗം എന്ന് പറഞ്ഞാൽ എക്സലന്റ്, ഗ്രേഡ് പ്രസംഗമാണ്. കേട്ടിരുന്നു പോവും, ആരായാലും കേട്ടിരുന്നു പോവും. അതുമാത്രമല്ല, അദ്ദേഹം യേശുവിൽ വിശ്വസിച്ചു. പഴയ നിയമത്തിന്റെ എക്സ്പേർട്ട് ആയിരുന്നെങ്കിലും അവൻ യേശുവിൽ വിശ്വസിച്ചു. മനസ്സിലായോ? അതുമാത്രമല്ല, നല്ലതുപോലെ യഹൂദന്മാരോട് അവരുടെ പ്രമാണം അനുസരിച്ച് പറഞ്ഞ് നിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ യഹൂദൻ എന്തെങ്കിലും പ്രമാണവുമായിട്ട് അപ്പൊല്ലോസിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവനെ കണ്ടിച്ച് റെഡിയാക്കും. 5 മിനിറ്റ് കൊടുത്താൽ മതി, എല്ലാം റെഡിയാക്കി കൈ കൊടുക്കും. കാരണം അത്ര കഴിവാണ്. ദൈവവചനം തിരുവെഴുത്തുകൾ നല്ലതുപോലെ അറിയാം. വാക്ക് വൈഭവം, ഭയങ്കര ഡിബേറ്ററാണ്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരെയും കർത്താവിന് വേണം. ഡിബേറ്റ് ചെയ്യാൻ കഴിവുള്ളവനെയും കർത്താവിന് ആവശ്യമാണ്. യോഹന്നാനാൽ സ്നാനമേറ്റെങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിലും അദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ സുവിശേഷം അറിഞ്ഞുകൂടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ അത് അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പക്ഷെ അതിനപ്പുറം യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, പെന്തക്കോസ്ത് നാളിൽ സഭ സ്ഥാപിക്കപ്പെടുമ്പോൾ സഭയിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം, ഇതൊന്നും അപ്പൊല്ലോസിന് അറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? ഈ പറഞ്ഞ അക്വിലാസും പ്രിസ്കില്ലയും ഇവനെ അങ്ങ് ചേർത്ത് കൊണ്ടിട്ട് പറഞ്ഞു, നിനക്കറിയാത്ത ഈ ചെറിയ ഭാഗം ഞാൻ പഠിപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞ് അപ്പൊല്ലോസും പ്രിസ്കില്ലയാണ് അക്വിലാസും പ്രിസ്കില്ലയാണ് അപ്പൊല്ലോസിനെ പഠിപ്പിച്ചത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാണെന്നറിയാം,
ഇത്രയും തിരുവെഴുത്ത് അറിയാവുന്ന അപ്പൊല്ലോസിന്റെ വിനയമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ സാധാ ഒരു കപ്പിൾ അക്കിലാസും പ്രിസ്കില്ലയും വന്ന് ഇവനോട് പറഞ്ഞു, നിനക്ക് വചനം നല്ലതോടെ അറിയാം, ഞങ്ങൾക്കറിയാവുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് നിനക്കറിയാം. നിന്റെ വാക്ക് വൈഭവം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പക്ഷേ നിനക്കറിയാത്തൊരു കാര്യമുണ്ട്, അത് ഈ സുവിശേഷത്തിൻ്റെ പൂർണ്ണതയാണ്. ഞങ്ങൾ നിനക്കത് പറഞ്ഞു തരാം. ഇത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊല്ലോസ് പറഞ്ഞില്ല, രാജസ്ഥാനിലേക്ക് മണൽ കയറ്റി അയക്കരുത്, എനിക്കറിയാം എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊന്നും അപ്പൊല്ലോസ് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? വിനയത്തോടെ. ചിലപ്പോൾ നമ്മൾ എന്നെ ഈ പാസ്റ്റേഴ്സിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി, എനിക്ക് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഒന്നുമില്ല, പക്ഷേ അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ ചിലപ്പോൾ വിളിക്കും, അച്ഛന്മാർക്ക് ക്ലാസ് എടുക്കാൻ, സ്പെഷ്യൽ ക്ലാസ്. ചിലരുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എടാ കൊച്ചനെ നീ എന്നാ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതെന്നുള്ള ഇരിപ്പില്ല. നമ്മുടെ ഉള്ള പ്രസംഗം കൂടെ ആ മുഖം കാണുമ്പോൾ അങ്ങ് പോവും. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ മുഖം കാണുമ്പോഴേ നമുക്ക് പോവും. ഞാനിവിടെ എത്ര ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കുന്നത് നിനക്കറിയാവുന്നുള്ള മട്ടിലാണ് ഇവരുടെ ഇരിപ്പ്. അപ്പൊല്ലോസ് അങ്ങനല്ല. അപ്പൊല്ലോസ് നല്ല വാഗ്വൈഭവമുള്ളതാണ്, നല്ല വിവരമുള്ള ആളാണ്, തിരുവെഴുത്ത് നല്ല സ്പഷ്ടമായിട്ട് അറിയാം, നല്ല തിട്ടമാണ് എല്ലാ കാര്യവും. പക്ഷേ അക്വിലാസും പ്രിസ്കില്ലയും ചെന്നിട്ട് പറഞ്ഞു, നിനക്കറിയാത്ത ചില ഭാഗം. അയ്യോ, വിനയത്തോടെ അത് സ്വീകരിച്ചു. ദൈവം അപ്പൊല്ലോസിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്താനുള്ള കാരണം എന്നാണെന്നറിയാമോ? തൻ്റെ വിനയമാണ്. ഇനി ആരൊക്കെങ്കിലും എന്തെങ്കിലും കാര്യമായത് എന്നെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഞാനത് പഠിക്കാൻ തയ്യാർ. വില്ലിങ്നെസ് ടു ലേൺ. അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അപ്പൊല്ലോസ് അവിടെ വന്നൊരു തീപ്പന്തം പോലെ കൊരിന്ത്യയിൽ ഒരു സുവിശേഷകനാകുക. അവിടെ വന്ന് പിന്നെ പത്രോസ് പൗലോസിനോട് ഒപ്പം ചൊല്ലുന്ന വിധത്തിലായി അപ്പൊല്ലോസിന്റെ സ്ഥാനം. അതുകൊണ്ടാണല്ലോ പൗലോസ് ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ ചിലർ പറയുന്നു ഞാൻ പത്രോസിന്റെ പക്ഷക്കാരൻ, ചിലർ പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ചിലർ പറയുന്നു ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ചിലർ പറഞ്ഞു ഞാൻ യേശുവിന്റെ പക്ഷക്കാരൻ. എന്ന് പറഞ്ഞാൽ അപ്പൊല്ലോസ് ഏത് ലെവൽ വരെ പൊങ്ങിയെന്ന് നോക്കിയേ. ആളുകൾക്ക് ഈ അപ്പൊല്ലോസിനോട് അങ്ങ് ഭയങ്കര സ്നേഹം. കാരണം എന്നാ, അപ്പൊല്ലോസ് പ്രസംഗിച്ചാൽ പ്രസംഗം കേട്ടിരുന്നു, ആരും ഉറങ്ങത്തില്ല. അതൊന്ന്. രണ്ട്, ഏതെങ്കിലും യഹൂദനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊല്ലോസിനെ പിടിച്ച് മുമ്പിൽ നിർത്തും. അപ്പൊല്ലോസിനെ മുമ്പിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒരുത്തൻ വാ തുറക്കത്തില്ല. കാരണം അതുപോലാണ് അദ്ദേഹം കണ്ണിക്കുന്നത്. ഇങ്ങനൊരു പാർട്ടിയെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിയെ പിടിച്ച് എല്ലാവരും കൂടെ പൊക്കി. പക്ഷെ അപ്പൊല്ലോസിന്റെ വിനയമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അപ്പൊല്ലോസ് അങ്ങനെ വളരെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എബ്രായ ലേഖനം ഒരു പക്ഷെങ്കിൽ ഇദ്ദേഹം ആയിരിക്കും എഴുതിയത്. കാരണം ഇത്ര കഴിവുള്ള ഒരു മനുഷ്യൻ വേറെ പൗലോസിന് തുല്യം പറയാൻ നമുക്ക് വേറെ ആരുമില്ല. ഓക്കെ, ഇനി 2 മിനിറ്റ് കൊണ്ട് അക്വിലാസ് പ്രിസ്കില്ലയുടെ കുടുംബജീവിതത്തിൽ നിന്ന് ചില ലേണിംഗ്. ഓക്കെ, അപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് നമുക്കെല്ലാവർക്കും പെട്ടെന്നൊരു ക്രാഷ് കോഴ്സ് ഫ്രം അക്വിലാസ് ആൻഡ് പ്രിസ്കില്ല. ഓക്കെ, ക്രാഷ് കോഴ്സാണ്. ഒന്നാമത്, ഇവരുടെ പേരെല്ലായിടത്തും ഒരുമിച്ചാണ് വരുന്നത്. ശ്രദ്ധിച്ചോ? അക്വിലാസും പ്രിസ്കില്ലയും. കുറച്ച് കഴിയുമ്പോൾ പറയും പ്രിസ്കില്ലയും അക്വിലാസും, പ്രിസ്കില്ലയും അക്വിലാസും. ഇങ്ങനെയാണ് ഇവരുടെ പേര് വരുന്നത്. എവിടെ നോക്കിയാലും ഈ 2 പേര് ഒരുമിച്ച. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എവിടെ ചെന്നാലും ഇവരുടെ 2 പേരും വളരെ സന്തോഷം. ഈ മീറ്റിങ്ങിലും ഹസ്ബൻഡും വൈഫൊക്കെ വരുന്നത് കാണുമ്പോൾ നല്ല. പിന്നെ 2, ഇവർ ഒരുമിച്ചാണ് ജോലി ചെയ്തത്. ചിലർ പറയും ഒരിക്കലും ഒരു കമ്പനിയിൽ ഭാര്യയും ഭർത്താവും കൂടെ വർക്ക് ചെയ്തത്, പിന്നെ ആ കിട്ടുന്ന 8 മണിക്കൂർ പോലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. മറ്റേ അറ്റ്ലീസ്റ്റ് ജോലി സ്ഥലത്ത് സമാധാനം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതങ്ങനല്ല. അവർ ജോലി ചെയ്ത് ഒരുമിച്ച്, അവർ ഒരേ വീട്ടിലാണ് താമസിച്ചത്, ശുശ്രൂഷ ചെയ്ത് ഒരുമിച്ച്. ഇത്ര ഒരുമയുള്ള, അപ്പം നല്ലൊരു മോഡലാണേ. 3, പ്രയാസമേറിയ കാലങ്ങൾ വന്നപ്പോൾ അവർ ഒറ്റക്കെട്ടായിരുന്നു. ക്ലോഡിയസ് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് വിട്ട്, ഇറ്റലിയിൽ നിന്ന് വിട്ട് സ്ഥലം വിടണമെന്ന് പറഞ്ഞപ്പം അവർ ഒരുമിച്ചായിരുന്നു. പ്രയാസമേറിയ ഘട്ടങ്ങൾ ഒരുമിച്ച് അവർ നേരിട്ടു. 4, പൗലോസിന് ഓൾമോസ്റ്റ് 15 വർഷത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അക്വിലാസും പ്രിസ്കില്ലയും. എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാർക്ക് നല്ല കൂട്ടായിരുന്നു ഈ ഒരു കപ്പിൾ നല്ല കൂട്ടായിരുന്നു. യു ക്യാൻ ബി ഗുഡ് ഫ്രണ്ട്സ്. പിന്നെന്തുവാ, അപ്പൊല്ലോസിനെ നല്ലതുപോലെ പഠിപ്പിച്ചു. അപ്പൊല്ലോസിനെ പഠിപ്പിക്കത്തക്ക വിധത്തിൽ അവർക്ക് ദൈവത്തിൻ്റെ വചനം നല്ലതുപോലെ അറിയാമായിരുന്നു. അപ്പോൾ they were good in the word of God. പിന്നെ അവരുടെ സൗകര്യങ്ങൾ പൗലോസിന് വേണ്ടി, പൗലോസിന്റെ മിഷന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വില്ലിങ് ആയിരുന്നു. പൗലോസിനെ കണ്ടപ്പം ദൈവകൃപയുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി, ദൗത്യമുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങളുടെ സൗകര്യം കഴിഞ്ഞിട്ട് മതിയെന്നല്ല, പിന്നെയോ
നിന്റെ അജണ്ട അനുസരിച്ച് കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്തൊക്കെയുണ്ടോ പൗലോസെ, അത് തികയ്ക്കുവാൻ ഞങ്ങൾ എന്തൊക്കെ സഹായം ചെയ്യണോ ഞങ്ങൾ അത് ചെയ്യാൻ റെഡി. അപ്പോൾ പൗലോസിന്റെ അത്രയും ഫേമസ് ആയിട്ടില്ല അക്വിലാസും പ്രിസ്കില്ലയും. പക്ഷെങ്കിൽ അക്വിലാസും പ്രിസ്കില്ലയും പുറകിൽ നിന്നുകൊണ്ട് പൗലോസിന്റെ ദൗത്യം പൗലോസിന് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു നല്ല കപ്പിളായിരുന്നു. പിന്നെ അവരുടെ ജീവൻ പണയപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നു. റോമാലേഖനം 16-ാമത്തെ അധ്യായത്തിന് 3-4. അവരുടെ ജീവൻ പോവോളം അവര് പൗലോസിനെ സഹായിച്ചു. പിന്നെന്താ, അവരുടെ വീട് സഭ കൂടുവാൻ വേണ്ടി അവർ തുറന്നു കൊടുത്തു. സഭ കൂടുവാൻ വേണ്ടി അവര് തുറന്ന് കൊടുത്തു. നല്ല പാഠങ്ങളാണ്, നല്ല പാഠങ്ങളാണ്. ഭാര്യയും ഭർത്താവൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ ഭവനത്തിൻ്റെ ഒരു മോഡൽ. എല്ലാത്തിനും ഒരുമിച്ചായിരിക്കണം, നമ്മുടെ പേരുകൾ ഒരുമിച്ചായിരിക്കണം, ഒരുമിച്ച് നമ്മൾ പരിപാടികൾ ചെയ്യണം, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നീ പോടാ നിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്, അങ്ങനല്ല. പിന്നെ എങ്ങനെയാ ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു പ്രയാസമുള്ള കാലഘട്ടങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് അതിനെ അതിജീവിക്കണം. പിന്നെ ദൈവദാസന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മളെയും കൊണ്ട് എങ്ങനെ ഒരു കുടുംബമായിട്ട് സഹായിക്കാൻ പറ്റുമോ, പിമ്പി നിൽക്കാൻ പറ്റുമോ, നമ്മുടെ വീട് തുറന്നു കൊടുക്കാൻ പറ്റുമോ? വചനം നല്ലതുപോലെ അറിയണം. ആരെങ്കിലുമൊക്കെ വീട്ടിൽ കയറി വരുമ്പോൾ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കാനുള്ള കൃപ ദൈവം തരും. പിന്നെ കൺവീനിയൻസ് മാത്രം നോക്കിയാൽ പോരാ. എൻ്റെ കൺവീനിയൻസ്, ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെടും, അതുകൊണ്ട് ഇന്ന് ഈ പരിപാടി നടക്കത്തില്ല. അടുത്ത ആഴ്ച നമുക്ക് ഒരു പേഴ്സണൽ ഫാമിലി മീറ്റിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് കൂട്ടായ്മയ്ക്ക് വീട് തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൺവീനിയൻസ് അല്ല വിഷയം, ദൈവരാജ്യമാണ് വിഷയം. അത് കുടുംബമായിട്ട് തീരുമാനിക്കണം. എൻ്റെ കൺവീനിയൻസ്, പേഴ്സണൽ കൺവീനിയൻസ് അല്ല, ദൈവരാജ്യമാണ് വിഷയം. പിന്നെന്താ, അവരുടെ ജീവൻ വരെ അവരവസാനത്തോളം റിസ്ക് ചെയ്യാൻ വില്ലിങ് ആയിരുന്നു. അവരുടെ വീട് അവർ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. നല്ല മാതൃകയാണ്, നല്ല മാതൃകയാണ്. അപ്പോൾ അപ്പോസ്തോലനെ പോലെ വലിയ പ്രാവണ്യമില്ലെങ്കിലും കർത്താവിൻ്റെ രാജ്യത്തിൽ വളരെ താൻ മരിക്കാൻ കിടക്കുമ്പോൾ വളരെ ചുരുക്കം പേരുകളിൽ പൗലോസ് ഓർക്കുന്ന പേരുകളാണ് അപ്പൊല്ലോസും പ്രിസ്കില്ലയും. എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ഹൃദയത്തോട് എന്തുമാത്രം ചേർന്ന് നിന്ന ഒരു കുടുംബമാണെന്നറിയോ. പൗലോസിനെ തണുപ്പിച്ച്, പൗലോസിനെ എൻകറേജ് ചെയ്ത്. നമ്മൾ ഈ ശുശ്രൂഷയെ ക്ഷണിക്കുമ്പോഴേ വീട്ടിലൊന്ന് കയറ്റി ഒരു നല്ല ഫുഡും ഒരു നല്ല ബെഡും കൊടുത്താൽ തന്നെ ഉണ്ടല്ലോ, ഈ ദൈവം ഈ ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ അവൻ്റെ ഇമോഷൻസ് ഒക്കെ അങ്ങ് പൊങ്ങും. സിമ്പിൾ കാര്യമാണ്. നല്ല കുറച്ച് ഫുഡും ഒരു നല്ലതായിട്ട് ഉറങ്ങാനൊരു ബെഡും, അയ്യോ എന്തൊരു സന്തോഷമാണെന്നറിയോ. പിന്നെ സ്നേഹിക്കാനുള്ള ഒരു ആറ്റ്മോസ്ഫിയറോടെ കൊടുത്തു കഴിഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുന്നവൻ തട കൊടന്ന് എഴുന്നേറ്റ് ചാടി വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അക്വിലാസും പ്രിസ്കില്ലയുടെയും ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് പാഠങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ പൗലോസിൻ്റെ സെക്കൻഡ് മിഷണറി ജേണി അവസാനിപ്പിക്കുകയാണ്. അടുത്ത 19-ാമത്തെ അധ്യായത്തിൽ തേർഡ് മിഷണറി ജേണി അവസാനിക്കുകയാണ്. അവിടാണ് ഉണ്ടല്ലോ അതിൻ്റെ അവസാനത്തെങ്കിലേക്കൊക്കെ വരുമ്പോൾ ഭക്തൻ്റെ ജീവിതം അങ്ങോട്ട് അവസാനിക്കാൻ പോവുകയാണ്. കൈസറിൻ്റെ മുമ്പിലൊക്കെ നിൽക്കാൻ പോകുന്നു. ഭയങ്കര, നമ്മളിനി ഒരു 20th ചാപ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ ഹൈ ഇമ്പാക്റ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും. നമുക്ക് വളരെ ശ്രദ്ധയോടെ തന്നെ ഈ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകണം. കർത്താവ് നമ്മളെക്കുറിച്ച് ഈ അന്ത്യകാലത്ത് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആ ദൗത്യത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. ഓക്കെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് രാവിലെയും നിന്റെ സന്നിധിയിൽ കർത്താവെ, പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ ക്ഷീണിച്ചപ്പോൾ എങ്ങനെയാണ് കർത്താവ് എൻകറേജ് ചെയ്തതെന്നുള്ളത് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. അക്വിലാസിനെയും പ്രിസ്കില്ലയെ പോലെ ഒരു കുടുംബം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഞങ്ങളുടെ കുടുംബജീവിതം മുഖാന്തരം ചില ദൈവദാസന്മാരൊക്കെ അവരുടെ ഹൃദയം തണുക്കണം, ചില സഭകളൊക്കെ സ്ഥാപിക്കപ്പെടണം. ദൈവവചനം മുഴുവനായിട്ട് അറിയാത്തവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് കർത്താവെ, ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തീരേണ്ടതല്ല, ദൈവരാജ്യത്തിൻ്റെ മുതൽക്കൂട്ടായി മാറണം. അതിനായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒറ്റക്കെട്ടായി കർത്താവിൻ്റെ രാജ്യത്തിന് മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ. ഇന്ന് കർത്താവെ, നീ ക്ഷീണിച്ചിരുന്ന പൗലോസിനെ എൻകറേജ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. നല്ല സ്നേഹിതർ കർത്താവെ, പുതിയ വിശ്വാസികൾ, അതുമാത്രമല്ല കർത്താവ് തന്നെ പൗലോസിൻ്റെ ചെവിയിൽ മന്ത്രിച്ച് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഭയപ്പെടേണ്ട പൗലോസെ, ഇനി നീ പ്രസംഗിക്കണം കർത്താവെ. എല്ലാ പട്ടണത്തിലും നീ മുൻ നിയമിച്ചവരുണ്ട്, അവർക്ക് വേണ്ടി പ്രസംഗിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സ്റ്റഡി കർത്താവെ അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.